ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പാർവതി ദേവി പിന്നിലൂടെ വന്ന് ശിവഭഗവാന്റെ കണ്ണു പൊട്ടി. ആ സമയം പ്രപഞ്ചം അന്ധകാരത്തിലായിരുന്നു. എന്നാൽ ശിവഭഗവാന്റെ തൃക്കണ്ണിന്റെ താപത്താൽ പാർവതി ദേവിയുടെ കയ്യിൽ നിന്നും ഒരു വിയർപ്പ് തുള്ളി താഴേക്ക് വീണു. അതിൽ നിന്നും വികൃതമായ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഇരുട്ടിൽ ജനിച്ച ആ കുഞ്ഞ് അന്ധനായിരുന്നു. അവനെ കണ്ട് പാർവതി ദേവി ഭയന്നു. ശിവഭഗവാൻ അവനെ മകനായി അംഗീകരിക്കുകയും അന്ധകൻ എന്ന പേര് നൽകി. ആ സമയം ഒരു പുത്രന് വേണ്ടി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അസുര ചക്രവർത്തിയായ ഹിരണ്യാക്ഷന് പരമശിവൻ അന്ധകനെ നൽകി. വരാഹ അവതാരത്താൽ ഹിരണ്യാക്ഷൻ മരണപ്പെട്ടു. അസുരന്മാരുടെ രാജാവായി അന്ധകൻ മാറി. ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ കഠിന തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അന്ധകന് ആഗ്രഹിച്ച വരങ്ങളെല്ലാം നൽകി. ശിവനാൽ തനിക്ക് മരണം സംഭവിക്കാമെന്ന മുന്നറിയിപ്പും കൊടുത്തു. ബ്രഹ്മാവിന്റെ വരബലത്താൽ ശക്തനായി മാറിയ അന്ധകാസുരൻ പാർവതി ദേവിയെ അപഹരിക്കാൻ ശ്രമിച്ചു. ആദിദേവനായ മഹാദേവൻ അന്ധകാസുരനുമായി യുദ്ധം ചെയ്തു. എന്നാൽ നിലത്ത് വീഴുന്ന അന്ധകന്റെ ഒരു തുള്ളി രക്തത്തിൽ നിന്നും അന്ധകന്മാർ വീണ്ടും ജനിച്ചുകൊണ്ടിരുന്നു. ആ സമയം ശിവന്റെ ശക്തിയുടെ രൂപമായ ദുർഗാദേവി രുദ്രകാളിയായി രൂപമെടുത്ത് അന്ധകാസുരന്റെ രക്തം പാനം ചെയ്യുന്നു. ഭക്തജന മനസ്സുകളിൽ ഒരേ സമയം അത്ഭുതവും ഭക്തിയും ജനിപ്പിക്കുന്ന കെട്ടുകാഴ്ച അനുകരിക്കാൻ കഴിയാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക മികവിൽ അബി ആർട്സ് കൊല്ലം അവതരിപ്പിക്കുന്നു ആദിദേവന്റെ അന്ധകാസുര നിഗ്രഹം.
പാർവതി ദേവി ഒരുക്കിയ മനോഹരമായ പൂന്തോട്ടം കാണുവാൻ ശ്രീ മഹാദേവനെത്തുന്നു. പൂന്തോട്ടം കണ്ടതും മഹാദേവന്റെ മനസ്സിൽ പ്രണയഭാവമുണർന്നു. ഭഗവാന്റെ പ്രണയഭാവം വിയർപ്പ് തുള്ളികളായി താമരപ്പൂവിൽ പതിച്ചതും അതിൽ നിന്നും ഒരു പെൺകുഞ്ഞ് പിറവിയെടുക്കുന്നു. കാളകൂട വിഷം പാനം ചെയ്തിരുന്ന മഹാദേവന്റെ ശരീരം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന വിഷം കുഞ്ഞിലേക്ക് പകരാതിരിക്കാൻ കുഞ്ഞിനെ വേഗം തന്നെ ഒരു യുവതിയാക്കി മാറ്റുന്നു. ഭഗവാന്റെ മനോകാമനയിൽ പിറന്ന കുഞ്ഞായതുകൊണ്ട് മനസ എന്ന നാമം നൽകുന്നു. മഹാദേവനോടൊപ്പം കൈലാസത്തിലെത്തിയ മനസ്സയെ മകളായി അംഗീകരിക്കാൻ പാർവതി ദേവി തയ്യാറായില്ല. അതിൽ മനംനൊന്ത മനസ്സ വനത്തിലേക്ക് പോകുന്നു. ധർമ്മസങ്കടത്തിലായ ശ്രീ മഹാദേവൻ വനത്തിലെത്തി മനസ്സയെ കാണുന്നു. ആ സമയം മഹാദേവന്റെ സങ്കടം മനസ്സിലാക്കിയ വാസുകി നാഗം പ്രത്യക്ഷപ്പെട്ട് മനസ്സയെ സ്വന്തം സഹോദരിയായി സ്വീകരിച്ച് പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പാതാള ദേവതയായി വസിച്ചു വന്നിരുന്ന മനസ്സ തനിക്ക് ശാപമോക്ഷം നൽകി ദേവലോകത്ത് സ്ഥാനം കൽപ്പിച്ചു കിട്ടുവാൻ ശ്രീ മഹാദേവനോട് അപേക്ഷിച്ചു. തന്റെ മകളുടെ ആവശ്യമറിഞ്ഞ ഭഗവാൻ ശ്രീ മഹാദേവൻ മനസ്സയോടായി പറഞ്ഞു, ചാന്ദ് സദാഗർ എന്ന ഭക്തൻ എന്ന് നിന്നെ ഭജിക്കുന്നുവോ അന്ന് നീ ശാപത്തിൽ നിന്ന് മുക്തി നേടും. ഭഗവാനിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച മനസ്സ ചാന്ദ് സദാഗറിനെ സമീപിച്ച് തന്നെ പൂജിക്കണമെന്ന് കൽപ്പിക്കുന്നു. എന്നാൽ ദേവഭക്തനായ ചാന്ദ് സദാഗർ മനസ്സയെ ആരാധിക്കാൻ വിസമ്മതിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതിൽ മനംനൊന്ത ശിവാംശമായ മനസ്സ തന്റെ ഉഗ്രരൂപമായ നാഗഭൈരവിയായി പിറവിയെടുത്ത് തന്റെ നാഗങ്ങളുമൊത്ത് ചാന്ദ് സദാഗറിന്റെ 7 പുത്രന്മാരെയും വധിക്കുന്നു. ഭക്തജന മനസ്സുകളിൽ ഒരേ സമയം അത്ഭുതവും ഭക്തിയും ജനിപ്പിക്കുന്ന കെട്ടുകാഴ്ച അബിയാട്സ് കൊല്ലം അവതരിപ്പിക്കുന്ന ശ്രീ നാഗഭൈരവി.
ശാസ്ത്രത്തിന്റെ താളിയോലകളിൽ നിന്നും കണ്ടെടുത്ത ഹൈന്ദവാചാര വിശ്വാസപ്രകാരമുള്ള ദൈവിക രൂപങ്ങളെ മനോഹരമായി ദൃശ്യവൽക്കരിച്ച് കഴിഞ്ഞ 11 വർഷക്കാലങ്ങളായി ഭക്തജന മനസ്സുകളിൽ ഇടം നേടിയ അതുല്യ കലാകാരൻ ആർട്ടിസ്റ്റ് ബിജോയ് പനയം അബി ആർട്സിന്റെ ബാനറിൽ അവതരിപ്പിക്കുന്നു ശ്രീ നരസിംഹമൂർത്തി. തന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ ശ്രീ മഹാവിഷ്ണു വധിച്ചതിനാൽ പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി കശ്യപപുത്രനായ ഹിരണ്യകശിപു മന്ധര പർവ്വതത്തിലിരുന്ന് കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും നിരവധി വരങ്ങൾ നേടി. അതിൻ പ്രകാരം ബ്രഹ്മാവ് സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കോ ഒരു തരത്തിലുള്ള ആയുധം കൊണ്ടോ ഭൂമിയിലോ ആകാശത്തിലോ മനുഷ്യരാലോ മൃഗങ്ങളാലോ രാത്രിയിലോ പകലിലോ തനിക്ക് മരണമുണ്ടാകില്ല എന്നുറപ്പുവരുത്തിയ ഹിരണ്യകശിപു അഹങ്കാരിയായി മാറുകയും ദേവഗണങ്ങളെയും മാമുനിമാരെയും അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നു. തന്റെ മകനായ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നു എന്നറിഞ്ഞ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കുവാനൊരുങ്ങുന്നു. എവിടെ നിന്റെ ദൈവം എന്ന ചോദ്യത്തിന് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന പ്രഹ്ലാദ മറുപടി കേട്ട് കോപാന്തനായ ഹിരണ്യകശിപു തൊട്ടടുത്തുണ്ടായിരുന്ന തൂണിൽ ആഞ്ഞുവെട്ടുന്നു. ഇഷ്ടജന പരിപാലനാർത്ഥം ശ്രീ മഹാവിഷ്ണു നരസിംഹാവതാരം കൊള്ളുന്നു. विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिविद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् त्रैलोक्यपूजितः श्रीमान् सदा विजय वर्धन शान्ति कुरु गदा पाणे नारायण नमोस्तुते त्रैलोक्यपूजितः श्रीमान् सदा विजय वर्धन अनगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् त्रैलोक्यपूजितः श्रीमान् सदा विजय वर्धन